റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലെസ്റ്ററിലെ തെരുവിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരിയായ ഇന്ത്യൻ വംശജ മരിച്ചു. നില പട്ടേലാണ് മരിച്ചത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. നിലയെ ആക്രമിച്ചതിന് ലെസ്റ്ററിലെ ഡോവർ സ്ട്രീറ്റിൽ താമസിക്കുന്ന മൈക്കൽ ചൗമുക്കയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ നിലവിൽ റിമാൻഡിലാണ്. നിലയെ ആക്രമിച്ചതിനു പുറമെ അപകടകരമായ ഡ്രൈവിംഗ്, ലഹരിമരുന്ന് വിതരണം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ കൈവശം വയ്ക്കൽ, പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുക തുടങ്ങി ഒട്ടേറെ കേസുകൾ പ്രതിയാണ് മൈക്കൽ. പ്രതിയെ ഓൺലൈൻ മുഖേനയാണ് ലൗബറോയിലെ ലെസ്റ്റർ ക്രൗൺ കോടതിയിൽ ഹാജരാക്കിയത്. വിശ്വസ്തയായ സുഹൃത്തും കഠിനാധ്വാനിയുമായിരുന്ന അമ്മയെന്ന് നില പട്ടേലിന്റെ മകൻ ജെയ്ദാനും മകൾ ഡാനിക്കയും പറഞ്ഞു. ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ അമ്മ യഥാർത്ഥത്തിൽ ആരാണെന്ന് ലോകം അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു അമ്മ. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ തന്നേക്കാൾ അധികമായി പരിഗണിച്ചു. പ്രതിഫലമായി ഒന്നും ചോദിക്കാതെ മറ്റുള്ളവരെ സേവിച്ചു. ക്ഷമ, സ്നേഹം, അചഞ്ചലമായ പിന്തുണ എന്നിവയിലൂടെയാണ് അമ്മ ജീവിച്ചിരുന്നത് എന്ന് മക്കൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജൂൺ 2 ലെസ്റ്ററിലെ ഐസ് ടൗൺ റോഡിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരെ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. UK-യിലെ ഇന്ത്യക്കാർക്ക് ഇനി നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര കൂടുതൽ എളുപ്പവും സൗകര്യപ്രദവുമാകും. ഇൻഡിഗോ എയർലൈൻസ് മുംബൈയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് നേരിട്ടുള്ള സർവീസുകൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമിട്ടു. മുംബൈ മാഞ്ചസ്റ്റർ സർവീസ് തുടങ്ങിയതോടെ ദീർഘദൂര സർവീസുകളുടെ ശ്രേണിയിലേക്ക് ഇൻഡിഗോയും എത്തിയിരിക്കുകയാണ്. നോസ് അറ്റ്ലാന്റിക് എയർവേസുമായുള്ള വാടക കരാറിന്റെ കീഴിലാണ് പുതിയ സർവീസ്. ആംസ്റ്റർഡാമിലേക്കുള്ള സർവീസിനും ജൂലൈ 2 മുതൽ തുടക്കമായി. ആഗോളതലത്തിലേക്ക് സർവീസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ UK സർവീസ്. ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സന്ദർശകർ തുടങ്ങി വലിയൊരു വിഭാഗം ഇന്ത്യൻ സമൂഹത്തിന് പുതിയ സർവീസ് പ്രയോജനപ്പെടും. ചൊവ്വ, വ്യാഴം, ശനി എന്നിങ്ങനെ ആഴ്ചയിൽ 3 ദിവസമാണ് മാഞ്ചസ്റ്ററിലേക്ക് സർവീസ്. മുംബൈയിൽ നിന്ന് ഇൻഡിഗോയുടെ ബോയിങ് 787-9 ഡ്രീം ലൈനറാണ് മാഞ്ചസ്റ്ററിലേക്ക് സർവീസ് നടത്തുക. എക്കോണമിയിൽ 282, ബിസിനസ് ക്ലാസ്സിൽ 56 എന്നിങ്ങനെ 2 ക്ലാസുകളിലാണ് സീറ്റുകൾ. ചെക്ക് ഇൻ ബാഗേജിൽ 46 കിലോയും ക്യാബിൻ ബാഗേജിൽ 12 കിലോയും അനുവദിച്ചിട്ടുണ്ട്. ഇതാദ്യമായി കോംപ്ലിമെന്ററിയായി യാത്രക്കാർക്ക് ഭക്ഷണവും ചായയും കോഫിയും എല്ലാം വിമാനത്തിൽ ലഭിക്കും. ഇംഗ്ലണ്ടിലും വെയിൽസിലും 60 കഴിഞ്ഞവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ. വെസ്റ്റ് മിഡ്ലാൻഡ്സിലാണ് ഏറ്റവും വലിയ വർധന, 3.4%. ലണ്ടനിൽ 1.8% ജനനനിരക്ക് ഉയർന്നു. ബ്രിട്ടനിലെ യുവാക്കളുടെ ഇടയിൽ ജനനനിരക്ക് കുറയുമ്പോൾ 60 കഴിഞ്ഞവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കൂടുന്നുവെന്നും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിൽ ജനനനിരക്ക് പൊതുവെ ഇപ്പോഴും താഴ്ന്ന നിലയിലാണ്. ഇതിൽ അല്പം ആശ്വാസം നൽകി ആദ്യമായി ഇംഗ്ലണ്ടിലും വെയിൽസിലും ജനനങ്ങളിൽ ചെറിയൊരു വർധന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിന് കാരണമായതാകട്ടെ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരും. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്ക് പ്രകാരമാണ് 2021 ശേഷം ആദ്യമായി രാജ്യത്ത് ജനനനിരക്ക് ഉയർന്നത്. 2024 5,94,677 ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2023 നിന്നും 0.6% വർധനയാണിത് എന്നും സൂചിപ്പിക്കുന്നു. തന്റെ പദ്ധതികൾ പിൻവലിക്കേണ്ടി വരുന്ന സമ്മർദ്ദവും സ്വന്തം MP-മാരുടെ എതിർപ്പ് മൂലം കോമൺസിൽ കണ്ണീർ പൊഴിച്ച ചാൻസലർ റേച്ചൽ റീവ്സ്. മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസിന്റെ ദുരന്തമായ മിനി ബഡ്ജറ്റിന് തുല്യമായ അവസ്ഥയെന്ന വിലയിരുത്തലിലാണ് ഇപ്പോഴത്തേത്. വിപണിയിലും തകർച്ച നേരിട്ടു. UK-യുടെ 10 വർഷത്തെ കടമെടുപ്പ് ചെലവുകൾ 4.7%-ലേക്കാണ് വർദ്ധിച്ചിരിക്കുന്നത്. സഭയിൽ ചാൻസലർ കരഞ്ഞതോടെ വിപണിയിൽ പൗണ്ട് ഡോളറിനെതിരെ 1% താഴ്ച രേഖപ്പെടുത്തി. $1.36 താഴെയെത്തി. ഇതോടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും റേച്ചൽ റീവ്സിനെ നീക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. ഇതുവരെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ചാൻസലർ എന്ന് സ്വയം അവതരിപ്പിച്ച ചാൻസലറാണ് ജോലിയിലെ സമ്മർദ്ദങ്ങൾ മൂലം കലശലിലെത്തിയത്. വികലാംഗ ആനുകൂല്യങ്ങൾ, വിൻഡർ ഫ്യൂൽ പേയ്മെന്റ് തുടങ്ങിയ വിഷയങ്ങൾ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കിയത് ചാൻസലറാണ് എന്ന് ലേബർ MP-മാർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഈ പദ്ധതികളെല്ലാം വിവാദത്തിലായതോടെ ഉപേക്ഷിക്കേണ്ടിയും വന്നു. ചാൻസലർക്ക് ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ പിന്തുണയുണ്ടെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് ആവർത്തിക്കുന്നു. അതേസമയം ഉപപ്രധാനമന്ത്രി ആഞ്ചലി റെയ്നറുമായി റീവ്സ് പോരടിച്ചുവെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ചികിത്സകൾ ആശുപത്രികളിൽ നിന്ന് പുതിയ ഹെൽത്ത് സെന്ററുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനമടക്കം 10 വർഷത്തെ ഹെൽത്ത് പ്ലാൻ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. ജനങ്ങളുടെ വീടുകൾക്ക് അരികിലേക്ക് ചികിത്സകൾ എത്തിച്ച് വെയിറ്റിംഗ് സമയം വെട്ടിക്കുറയ്ക്കുകയാണ് ലക്ഷ്യം. ആശുപത്രികൾ നൽകുന്ന ചികിത്സകളിൽ വലിയൊരു പങ്കും പുതിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലേക്ക് മാറ്റാനാണ് പദ്ധതി. ലേബർ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ഹെൽത്ത് പ്ലാൻ പ്രകാരമാണ് ഈ സുപ്രധാന മാറ്റങ്ങൾ. ഇംഗ്ലണ്ടിലെ രോഗികൾക്ക് എളുപ്പത്തിൽ GP സേവനങ്ങളും സ്കാനുകളും മെന്റൽ ഹെൽത്ത് സപ്പോർട്ടും ലഭ്യമാക്കാനായി ഈ സേവനങ്ങൾ ആഴ്ചയിൽ 6 ദിവസം 12 മണിക്കൂർ തുറന്നു പ്രവർത്തിക്കുന്ന വിധത്തിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ഹെൽത്ത് സർവീസ് പരിഷ്കാരങ്ങൾക്ക് വിധേയമാവുകയോ ഇല്ലാതാവുകയോ ചെയ്യേണ്ടി വരുമെന്നാണ് 10 വർഷത്തെ പ്ലാനിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക. വിപ്ലവകരമായ മാറ്റം എന്ന തരത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി ജീവനക്കാരുടെ ക്ഷാമവും കഠിനമായ സാമ്പത്തിക അവസ്ഥയും വൺ സ്റ്റോപ്പ് ഷോപ്പ് സ്റ്റൈലിലൂടെ അയൽപ്പക്ക ഹെൽത്ത് സേവനങ്ങൾ നൽകാനുള്ള സ്ഥലപരിമിതിയും മൂലം തടസ്സങ്ങൾ നേരിടുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ആശുപത്രികളെ തരം താഴ്ത്തുന്ന വിധത്തിലുള്ള നീക്കത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പ് നേരിടുമെന്നും കരുതുന്നു. 10 വർഷത്തെ ഹെൽത്ത് പ്ലാൻ NHS-നെ റീവയർ ചെയ്ത് ഭാവിയിലേക്ക് സുരക്ഷിതമാക്കുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് സ്ട്രീറ്റിംഗ് അവകാശപ്പെടുന്നു. ചികിത്സ വീട്ടുപടിക്കലെത്തിച്ച് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് രോഗത്തെ ആദ്യഘട്ടത്തിൽ തന്നെ തടയുന്നതിനാണ് പ്രാമുഖ്യം നൽകുക. പുതിയ ക്ലിനിക്കുകളിലൂടെ രോഗികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പരിചരണം നൽകുകയാണ് ചെയ്യുക എന്ന് ഹെൽത്ത് സെക്രട്ടറി വ്യക്തമാക്കുന്നു.
ഇനി നാട്ടിലെ വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 2.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ പുറത്തെടുക്കാനായത്. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. സ്ഥലത്ത് പ്രതിഷേധം നടക്കുകയാണ്. മകൾക്ക് കൂട്ടിരിക്കാനാണ് ബിന്ദു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ബിന്ദുവിന്റെ മകൾ ട്രോമാ കെയറിൽ ചികിത്സയിലാണ്. ബിന്ദുവിനെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുത്ത ശേഷം അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രക്ഷാപ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെ ആരോപിക്കുന്നത്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നോ അവിടേക്ക് പോകരുതെന്നോ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നില്ലെന്ന് മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും അറിയിച്ചു. മെഡിക്കൽ കോളേജിന്റെ 14-ാം വാർഡിന്റെ ശുചിമുറികൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ഇരുവരുടെയും പരിക്കുകൾ സാരമല്ല. വലിയ ശബ്ദത്തോടെ കെട്ടിടം താഴേക്ക് പതിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VSന്റെ ജീവൻ നിലനിർത്തുന്നത്. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണമെന്ന നിർദ്ദേശം മെഡിക്കൽ ബോർഡ് നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ ഡയാലിസിസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും VSന്റെ ശരീരം അതിനോട് പ്രതികരിച്ചിട്ടില്ല. രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നു നിൽക്കുകയാണ്. ഇതിനൊപ്പം വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാരുടെ സംഘം VSന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല തന്റെ ഫേസ്ബുക്ക് കുറിപ്പെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉദ്യോഗസ്ഥവൃന്ദത്തിനെതിരെയായിരുന്നു എഴുത്ത്. പക്ഷേ അത് കൂടുതൽ മാനങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. തുറന്നു പറച്ചിലിന്റെ പേരിൽ എന്ത് ശിക്ഷയും നേരിടാൻ തയ്യാറാണെന്നും അതിൽ വിഷമമില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സഹപ്രവർത്തകരെല്ലാം തനിക്ക് അനുകൂലമായാണ് അന്വേഷണ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴികൊടുത്തത്. തന്നോട് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുകയും രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അവ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്നും താൻ സർവീസിലില്ലെങ്കിലും നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. തുറന്നു പറച്ചിൽ കൊണ്ട് ഗുണമുണ്ടായി. അന്ന് സർജറി മാറ്റിവെച്ച രോഗികൾക്ക് ഇന്ന് സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. തന്നെയും സഹപ്രവർത്തകരെയും വന്നുകണ്ട് പുഞ്ചിരിച്ചാണ് അവർ പോയത്. അതാണ് ഏറ്റവും വലിയ സമ്മാനമെന്നും അതിലാണ് സമാധാനമെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ഇനി സ്പോർട്സ് വാർത്തകൾ. സ്പെയിനിലുണ്ടായ കാർ അപകടത്തിൽ ലിവർപൂളിന്റെ പോർച്ചുഗീസ് താരം ഡിയോഗോ ജോട്ട അന്തരിച്ചു. ഫുട്ബോൾ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു 28-കാരന്റെ ഈ മരണം. വടക്ക് പടിഞ്ഞാറൻ സ്പെയിനിലെ സമോറയിലാണ് അപകടമെന്നാണ് റിപ്പോർട്ടുകൾ. കാറിൽ ജോട്ടയുടെ സഹോദരനും ഫുട്ബോൾ താരവുമായി ആന്ത്രേസ് സിൽവയും ഉണ്ടായിരുന്നു. സ്പെയിനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ദീർഘകാല പങ്കാളിയായ റൂത്ത് കാർഡോസോയെ ജോട്ട വിവാഹം ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ 12:30 അപകടം നടന്നതെന്ന് വിവരം. കാർ പൂർണ്ണമായും അഗ്നിക്കിരയായി. മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെ ടയർ പൊട്ടിയാണ് അപകടമുണ്ടായതെന്ന് സൂചന. കാർ റോഡിൽ നിന്ന് തെന്നിമാറി ബാരിക്കേഡും തകർത്ത് കത്തിയമരുകയായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വനിതാ യൂറോ 2025 തങ്ങളുടെ ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിന് തോൽവി. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ നോർവേയോട് 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലൻഡ് പരാജയപ്പെട്ടത്. സെന്റ് ജേക്കബ് പാർക്കിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ ലീഡ് നേടിയെങ്കിലും രണ്ടാം പകുതിയിൽ നോർവേയുടെ ഇരട്ടപ്രഹരത്തിൽ സ്വിറ്റ്സർലൻഡ് തകരുകയായിരുന്നു. ഒരു സെൽഫ് ഗോളും ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യ പകുതിയിൽ സ്വിസ് ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 24-ാം മിനിറ്റിൽ ജെറാൻഡിൻ റൂട്ടലറുടെ ശക്തമായ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചു. 4 മിനിറ്റിന് ശേഷം നാഡിൻ റീസൺ ഒരു അയഞ്ഞ പന്തിൽ നിന്ന് നോർവേയുടെ വിൻറ്റെ ബോറീസയെ മറികടന്ന് പോസ്റ്റിൽ തട്ടി ഗോൾ നേടി ഹോം കാണികളെ ആവേശത്തിലാക്കി. 116.59 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.